Hi friends, welcome back to my channel, your online teacher. Microeconomics important ആയിട്ടുള്ള ഗ്രാഫ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേതാണ് PPC കർവ്. PPC കർവ് തന്നിട്ട് അതിൽ 3 പോയിന്റ്സ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചേക്കാം. സോ PPC കർവിന്റെ താഴെയുള്ള പോയിന്റ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ദെൻ അതിന്മേലുള്ളൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സും അതിന് മുകളിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസും ആണ്. ദെൻ ബഡ്ജറ്റ് ലൈനും ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈനും നമ്മൾ നോക്കണം. ചേഞ്ചസ് പറയുകയാണെങ്കിൽ ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ എന്ത് പറ്റും? ബഡ്ജറ്റ് ലൈൻ ഇതേപോലെ മുകളിലേക്ക് ഷിഫ്റ്റ് ആകും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കൂടും, സ്ലോപ്പിൽ മാറ്റമില്ല. ഇനി ഇൻകം കുറയുമ്പോൾ എന്ത് പറ്റും? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും താഴേക്ക് കുറയും, ഇങ്ങനെ താഴേക്ക് ഷിഫ്റ്റ് ആകും. പിന്നെ ഇൻഡിഫറൻസ് കർവും ഇൻഡിഫറൻസ് മാപ്പ് അതിൻ്റെ പ്രോപ്പർട്ടി. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരും, അത് കട്ട് ചെയ്യില്ല. ഒന്നിലധികം ഇൻഡിഫറൻസ് കർവ്സ് ഉള്ളതാണ് ഇൻഡിഫറൻറ്റ് മാപ്പ്. ദെൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അതറിയാലോ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് ലൈനും ഈ ഒരു ഇൻഡിഫറൻസ് കർവും കൂടി ഈ ഒരു ഇൻഡിഫറൻസ് കർവും കൂടി ടാൻജൻ്റ് ആകുന്ന ഈ ഒരു പോയിന്റ് ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇവിടെയുള്ള ബണ്ടിലാണ് കൺസ്യൂമർ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. പിന്നെ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ട് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ നമ്മൾ പഠിക്കണം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പഠിക്കണം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ചേഞ്ചസ് വരുന്നത്. പ്രൈസിൽ മാറ്റം വരുമ്പോഴും ഡിമാൻഡ് കർവിൽ മാറ്റം വരും. അതാണ് മൂവ്മെൻറ്റ്സ് വരുന്നത്. പ്രൈസ് കൂടിയപ്പോൾ നോക്കിയേ, പ്രൈസ് കൂടിയപ്പോൾ മുകളിലേക്ക് മൂവായി, അപ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി കുറഞ്ഞു. സോ വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. ഇനി അതാണ് അപ്വേർഡ് മൂവ്മെൻറ്റ്. ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് പറ്റി? താഴേക്ക് മൂവ് ചെയ്തു. അതായത് വില കുറഞ്ഞപ്പോൾ ആളുകൾ ഡിമാൻഡ് കൂട്ടി. അതാണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. ഇനി പ്രൈസ് അല്ലാത്ത അതർ ഫാക്ടേഴ്സിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേഞ്ചാണ് വന്നതെങ്കിൽ പ്രൈസ് മാറാതെ തന്നെ കണ്ടോ ഡിമാൻഡ് കർവ് ഇങ്ങനെ മുകളിലേക്ക് ഷിഫ്റ്റ് ആകും. ഇനി അൺഫേവറബിൾ ആയിട്ടുള്ളൊരു മാറ്റം വന്നെങ്കിൽ പ്രൈസിൽ ഒരു മാറ്റം ഇല്ലാതെ തന്നെ എന്ത് പറ്റും? ഡിമാൻഡ് കർവ് താഴേക്ക് ഷിഫ്റ്റ് ആകും. അതാണ് അപ്വേർഡ് ഷിഫ്റ്റും ഡൗൺവേർഡ് ഷിഫ്റ്റും വരുന്നത് കേട്ടോ. പിന്നെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ 5 ഡിഗ്രീസ് പഠിക്കണം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഉണ്ട്, 0 വരുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഉണ്ട്, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നത്, ഇൻഫിനിറ്റ് വരുന്നത്. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ഇലാസ്റ്റിറ്റി 1 ആണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, അതായത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം. പിന്നെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, അതിങ്ങനെ കുത്തനെ ഇരിക്കണം. ലോ വേരിയബിൾ പ്രൊപ്പോർഷനും അതിൻ്റെ 3 സ്റ്റേജസും പഠിക്കണം. TP, AP, MP ആണ്. ആദ്യത്തെ സ്റ്റേജിൽ കണ്ടോ TP ഇൻക്രീസിങ് റേറ്റിൽ കൂടുന്നു, AP, MPയും കൂടുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ TP കൂടുന്നുണ്ടെങ്കിലും ഡിക്രീസിങ് റേറ്റിലാണ്, AP, MPയും കുറയുന്നു. ദെൻ മൂന്നാമത്തെ സ്റ്റേജിൽ TP കുറയാണ്. TP കുറയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. ആ 3 സ്റ്റേജസ് പഠിക്കണം. പിന്നെ AVCയും SMCയും തമ്മിലുള്ള ബന്ധം പഠിക്കണം. അത് ബന്ധം എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കൂടി വരയ്ക്കണം. AVC കുറയുമ്പോൾ എപ്പോഴൊക്കെ AVC കുറയുന്നുണ്ടോ അപ്പോഴൊക്കെ SMC താഴെയാണ്, എപ്പോഴൊക്കെ AVC കൂടുന്നുണ്ടോ അപ്പോഴൊക്കെ SMC മുകളിലാണ്. ദെൻ SMC കർവ് എന്ത് ചെയ്യും? AVCയുടെ മിനിമം പോയിന്റിൽ നിന്ന് കട്ട് ചെയ്യും. SMC ആണ് ആദ്യം മിനിമത്തിലേക്ക് എത്തുന്നത്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ, 3 കണ്ടീഷൻ എന്താണ്? P = MC = MR. ദെൻ MC ഡിക്രീസ് ആകാൻ പാടില്ല, MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. പ്രൈസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം പോയിന്റ് ഓഫ് AVC. AVCയുടെ മിനിമത്തിനോട് കൂടുതലും ആയിരിക്കണം. അപ്പോൾ അതൊന്ന് നോക്കി ഈ ഒരു ഗ്രാഫ് വരച്ചാൽ മതി. ഈ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P = MC = MR ആണ് അല്ലേ. MC കർവ് ഇതിലൂടെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. MC രണ്ടാമത്തെ കണ്ടീഷൻ MC കുറയാൻ പാടില്ല, കുറഞ്ഞിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കലി ശരി. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് AVC. AVCയുടെ മിനിമത്തിനോട് ഈക്വലോ അതിൽ കൂടുതലോ ആകണം പ്രൈസ്. ഇവിടെ ഈക്വൽ ആയല്ലോ. സോ അതാണ് ആ കണ്ടീഷൻ നമ്മൾ വരയ്ക്കേണ്ടത്. പിന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഡിമാൻഡും സപ്ലൈയും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം. അതിന് മുകളിലേക്കുള്ള ഭാഗത്ത് സപ്ലൈ അല്ലേ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അത് എക്സസ് സപ്ലൈയും. അതിന് താഴേക്കുള്ള ഭാഗത്ത് ഡിമാൻഡ് അല്ലേ മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അത് എക്സസ് ഡിമാൻഡും ആണ്. പിന്നെ പ്രൈസ് സീലിങ്ങിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴാണ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത്? മാർക്കറ്റ് തീരുമാനിച്ച പ്രൈസ് കൂടുതലാകുമ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് താഴെ ഒരു പ്രൈസ് തീരുമാനിക്കും. അപ്പോൾ ആ താഴെ പ്രൈസ് തീരുമാനിക്കാതെ എന്തിലേക്ക് നയിക്കും? ഡിമാൻഡ് മുന്നിട്ടേക്കല്ലേ, എക്സസ് ഡിമാൻഡ് സിറ്റുവേഷനിലേക്ക് നയിക്കും. ഇനി ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് അത് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധനങ്ങൾക്ക് വില കുറയുമ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് കൂടിയൊരു വില നിശ്ചയിക്കും. അപ്പോൾ അതെന്തിലേക്ക് നയിക്കും? ഇവിടെ സപ്ലൈയിലെ മുന്നിട്ട് നിൽക്കുന്നത് എക്സസ് സപ്ലൈ സിറ്റുവേഷനിലേക്ക് നയിക്കും. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാഫുകൾ കേട്ടോ. ഇതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നിങ്ങൾ നോക്കേണ്ട ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ ഇത്
വീഡിയോസ് ഒരുപാട് എക്കണോമിക്സിന് വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യുക. ലോങ് റണ്ണിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഗ്രാഫ് പഠിക്കണം. പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ സപ്ലൈഡ് 5 ഡിഗ്രീസ് ഉണ്ടല്ലോ. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ 5 ഡിഗ്രി പറഞ്ഞതുപോലെ തന്നെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയുടെ 5 ഡിഗ്രീസ് നമ്മൾ പഠിക്കണം. പിന്നെ പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരുവിധം ഗ്രാഫ്സൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഗ്രാഫ് വരച്ചിട്ട് അതിൽ ഇക്വിലിബ്രിയം പ്രൈസിനും ക്വാണ്ടിറ്റിക്കും എന്ത് പറ്റുമെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതെല്ലാം വഴിയെ വരുന്ന വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.